ബോൺവത്താല് നിസ്കാരം കഴിഞ്ഞിറങ്ങി. പിന്നെ ബോൺവത്താലയുടെ ആൾക്കാർ ഒക്കെ റെഡിയായി തുടങ്ങി. ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നുള്ളൂ, അത്ര ക്രൗഡായിട്ടില്ല. ഞാൻ നടത്തം കണ്ടിന്യൂ ചെയ്തു. ഗ്രൗണ്ടിൽ കുറച്ച് നടക്കാനൊക്കെ ആൾക്കാരുടെയൊക്കെ വന്നിട്ടില്ല, കുറച്ച് നടക്കാൻ. ടോർച്ച് ടെൻസിലാണ്. ഞാൻ ആലോചിച്ചിട്ടാ നമുക്ക് ഈ ബാക്കിയുള്ള സ്ഥലത്തെല്ലാം ബീച്ച് ഫെസ്റ്റും എറണാകുളത്തൊക്കെ ഓരോ പ്രോഗ്രാം ഉണ്ടല്ലോ ക്രിസ്മസിന്. അതുപോലെ എപ്പോഴും ഇവിടെ ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ ആയിട്ട് ഇയർ എൻഡിലാകുമ്പോൾ ലാസ്റ്റത്തെ 10 ദിവസമൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമായിട്ട് ഫുൾ ആക്റ്റീവ് ആവണം ടൗണ്. എല്ലാ എക്സിബിഷൻ പോലൊക്കെ ഉണ്ടാവണം, ബൂത്തിൻ്റെ ടൗണിലൊക്കെ എക്സിബിഷനൊക്കെ ഉണ്ടാവണം. അതുപോലൊക്കെ വരുമ്പോഴാണ് ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തൃശ്ശൂർ ടൗണിൽ എന്തെങ്കിലുമൊക്കെ മൊത്തം ഞാൻ അറിഞ്ഞിട്ടുള്ളതല്ല, യാദൃശ്ചികമായിട്ട് തൃശ്ശൂർ വേറെ കാര്യത്തിന് ഇപ്പോൾ റൗണ്ടിലേക്ക് വണ്ടി വിടാണ്ടായപ്പോൾ അങ്ങനെ എന്താണ് അറിഞ്ഞിട്ട് ചോദിച്ചറിഞ്ഞ് വന്നതാണ്. അങ്ങനെ എന്തെങ്കിലും ഒന്നല്ല കണ്ടിട്ട് പോകുന്നത്. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സെൻറ്റ് തോമസ് കോളേജിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, കുടുംബത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ സ്ലോയിലേ പോകാവുള്ളൂ. 10,000+ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട കേന്ദ്ര ടൂറിസം വകുപ്പ് മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ഇതാ ഈ അനൗൺസ്മെന്റ് പോയിന്റിൽ ബോൺനദാലെ നേരിട്ട് കാണുന്ന എത്തിച്ചേർന്നിട്ടുണ്ട്. ഏറെ സ്നേഹത്തോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ മുൻനിരയിൽ ബോൺനദാലയുടെ ചീഫ് പാട്രൺമാരായ പ്രിയങ്കരനായ തൃശ്ശൂർ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, ഒപ്പം തന്നെ തൃശ്ശൂർ കോർപ്പറേഷന്റെ ശ്രീമതി ഡോക്ടർ നിജി ജസ്റ്റിൻ, ബഹുമാനപ്പെട്ട പെട്രോളിയം സഹമന്ത്രി, കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപി, കേരള റവന്യൂ മിനിസ്റ്റർ ശ്രീ കെ രാജൻ അവറുകൾ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ടീമിൻ്റെ ആണ് ഫസ്റ്റ് ആൻറ്റിബയോട്ടിക്സിൻ്റെ അവയർനെസ് ഒപ്പം ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരെല്ലാവരും തന്നെ ഇന്ന് ഈ ബോൺനദാലയുടെ ഭാഗമായി എത്തിച്ചേർന്നിട്ടുണ്ട്. VIP നിരക്ക് തൊട്ടുപുറകിലായി വീൽ ചെയർ പാപ്പമാർ ഇതാണ് ചേരുന്നു. VIP നിരക്ക് മുമ്പിൽ ഡ്രോണിൽ ക്രിസ്മസ് പാപ്പ ഈ വർഷത്തെ തൃശ്ശൂർ അതിരൂപത തൃശ്ശൂർ കോർപ്പറേഷനുമായി സംയുക്തമായി നടത്തുന്ന ബോൺനദാല 2025 അവിഭാജ്യ ഘടകമായിട്ടുള്ള ഡ്രോൺ പാപ്പ, ഡ്രോൺ സാന്റാ ക്ലോസ് ഇതാ VIP നിരക്ക് തൊട്ട് നീങ്ങുകയാണ്. ഡാൻസിംഗ് ടീം തയ്യാറായി കഴിഞ്ഞു. വൈവിധ്യങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളും തൃശ്ശൂരിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വിവിധ ഇടവകളിൽ നിന്നുള്ള ഏകദേശം 10,000-ലധികം വരുന്ന ക്രിസ്മസ് സാന്റാ ക്ലോസുമാരും ഇന്ന് 2025 ബോൺനദാലയുടെ അവിഭാജ്യ ഘടകമാകാൻ ഇരിക്കുകയാണ്. 2014 18,112 ക്രിസ്മസ് സാന്റാ ക്ലോസുമാരായി ആരംഭിച്ച 2013 ആരംഭിച്ചെങ്കിലും 2014 ഗിന്നസ് റെക്കോർഡിൽ പുതുക്കിയ 18,112 പാപ്പമാരെന്ന സ്വർണ്ണകാല റെക്കോർഡ് ഇന്നും ലോകത്ത് ഭേദിക്കപ്പെടാതെ നിൽക്കുന്നു. തൃശ്ശൂർ
ക്രിസ്മസ് ആഘോഷത്തിന് വരവറിയിക്കാൻ എത്തുമ്പോൾ ഒരുപക്ഷെ കേരളത്തിനെ ലോകത്തിന് മുമ്പിൽ ഇതിനേക്കാൾ മികച്ച ഒരു ആഘോഷ രാവ് കാണിച്ചു കൊടുക്കാറുണ്ടോ എന്നുള്ളത് സംശയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ദിവസത്തിലേക്ക് ജില്ലയുടെ പല ഭാഗത്തു നിന്ന് ഒരുപക്ഷെ മലയാളക്കരയുടെ നാനാഭാഗത്തിൽ നിന്ന് ഇന്ന് ആഘോഷത്തിന്റെ ശക്തന്റെ സ്വരാജ് റൗണ്ടിലേക്ക് ഏറ്റവും ആഘോഷപൂർവ്വമായിട്ടുള്ള വിസ്മയ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി നിങ്ങൾ എത്തിച്ചേർന്നതും ഏറ്റവും കാണികൾ ദയവായി റോഡിന്റെ ഇരുവശത്തേക്കും പരമാവധി മാറി നിന്ന് ഡാൻസിംഗ് പാപ്പമാർക്ക് ഡാൻസ് ചെയ്യാനുള്ള സൗകര്യം മികവുറ്റതാക്കാൻ വേണ്ടി റൗണ്ടിലേക്ക് കയറുന്ന ഒരു പ്രവണത നിങ്ങളിലേക്ക് വന്നേക്കാം. ചില കഴിയുന്നത് വോളണ്ടിയേഴ്സിന് പ്രവർത്തിക്കായിരിക്കും അവരുടെ വാക്കുകൾക്കും കുട്ടികളെ അവരുടെ അറ്റൻറ്റിനും വളരെയേറെ പരിമിതികളുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും അവരാൽ നമ്മൾ ഓരോരുത്തരും സംഘാടകരാണ് എന്നുള്ള ബോധത്തോടുകൂടി തന്നെ അടുത്ത വർഷങ്ങളിലേക്ക് മാറിക്കൊണ്ട് നമ്മുടെ കൂടെ വന്നവരും ഇന്ന് സ്വരാജ് റൗണ്ടിൽ ആഘോഷത്തിന്റെ ഭാഗമാവാൻ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഒരേപോലെ തീർച്ചയായും വിസ്മയം ഒരുക്കാൻ സാധിക്കും, എല്ലാവർക്കും മികച്ച കാഴ്ചകൾ ഒരുക്കാൻ സാധിക്കും എന്നുള്ള ബോധത്തോടുകൂടി തന്നെ രണ്ട് വർഷങ്ങളിലേക്ക് മാറിക്കൊണ്ട് ഇനി വരാനിരിക്കുന്നത് കാണാൻ പോകുന്ന ഇനിയും ദൃശ്യ മികവിലാണ് എന്നുള്ള ബോധത്തോടുകൂടി തന്നെ ഒരു പപ്പമാരുടെ ബോധങ്ങളും ഈ രീതിയിൽ മുമ്പിലേക്ക് എത്തുകയാണ്. തീർച്ചയായിട്ടും ആവർത്തിച്ച് പറയാതെ സ്വയം തന്നെ ഏറ്റവും മികച്ച കാഴ്ച കൊടുക്കുന്നതിന് എല്ലാവർക്കും സഹായകരായി കഴിവുകളും സഹായിക്കണമെന്നാണ് ഏറ്റവും കൃത്യമായി ആലോചിച്ചുകൊടുക്കുന്നത്. ഓരോ 15 മിനിറ്റ് ഇടവിട്ടാണ് ഡാൻസിംഗ് പാപ്പമാർക്ക് ഡാൻസ് ചെയ്തതിനുള്ള പാട്ട് പെർഫോം ചെയ്യുക. അതുവരെ ദയവായി അവർ പോകുന്ന ഫ്ലോയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കണമെന്ന് നിശ്ചയമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ആരും നിൽക്കരുത്, ഇതേ ഫ്ലോയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും.
നടന്നുകൊണ്ടിരിക്കണമെന്ന് 21 കോവിഡ് മഹാമാരി വിതച്ച വലിയ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേവലം ചടങ്ങ് മാത്രമായി നടത്തിയ പൂർണ്ണതാലെ പിന്നീടുള്ള എല്ലാ വർഷങ്ങളിലും ഏറ്റവും മനോഹരമായി കാണികൾക്ക് ദൃശ്യവിസ്മയം ഒരുക്കിക്കൊണ്ട് സംഘടിപ്പിക്കുന്നത് തൃശൂർ പൗരാവലി എക്കാലത്തും വിജയിച്ചിട്ടുണ്ട്. ആത്മസംതൃപ്തിയോടെ ആത്മാഭിമാനത്തോടെ വിജയിച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കുറെ വർഷക്കാലങ്ങളായി തൃശ്ശൂരിന്റെ നഗരത്തിൽ തൃശ്ശൂർ പൂരത്തിന് നാലാം പൂരത്തിന് പുലിയിറങ്ങുന്നത് പോലെ തന്നെ ക്രിസ്മസ് കഴിഞ്ഞ് 2ാം നാൾ 27-ാം തീയതി ക്രിസ്മസ് പാപ്പമാർ രാജ്യം ഭരിക്കുന്ന, നാട് ഭരിക്കുന്ന, നഗരം കീഴടക്കുന്ന കാഴ്ചയ്ക്ക് നാം എല്ലാം കഴിഞ്ഞ കുറെ വർഷങ്ങളിൽ കാഴ്ചക്കാരായതുകൊണ്ട് ഏറ്റവും മനോഹരമായി ഏറ്റവും അച്ചടക്കത്തോടും കൂടെ യാതൊരുവിധ അച്ചടക്ക പ്രശ്നങ്ങളില്ലാതെ അദ്ദേഹം കൊടുക്കേണ്ടതുണ്ട്. കലയ്ക്കൊപ്പം തന്നെ ആധുനികതയുടെ കൂടി പ്രവർത്തനത്തിന് കൂടി നമുക്കൊപ്പം ജീവിക്കുന്ന സഹജീവികൾക്ക് ഒരു കൈത്താങ്ങായിട്ട് കൂടി മറ്റൊരു ശബ്ദമായി മാറാറുണ്ട് ഓരോ വർഷവും പോകുന്നതാലേ. അത് തന്നെയാണ് ആമോദത്തോടെ ഞങ്ങൾ പുതുജീവൻ പകരുന്നീ വീഥികളെ പാടി പാടിയാളൊരുക്കും ആഘോഷരാഗിതിൽ ആനന്ദം തിരതല്ലും